നീ ഇങ്ങനെ വിഷമിച്ചിരിക്കലൂട്ടാ. അതെയാ അളിയൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷമമാണ്. അളിയൻ്റെ വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇല്ലാത്ത പൈസ മുടക്കിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഒപ്പിച്ച് വെച്ചത്. ഇനിയും സാധനം വേണമെങ്കിൽ ഞാൻ വരുത്തും. പക്ഷെ എൻ്റെ അളിയൻ വിഷമിക്കരുത്. എനിക്കത് സഹിക്കൂടാ, എനിക്ക് സഹിക്കൂടാ. സ്നേഹമുള്ളവനാണ്. മാവാ ക്ലിറ്റസിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. സ്നേഹം ക്ലിറ്റോ വാരി കോരി കൊടുക്കും. പക്ഷെ അത് മനസ്സിലാക്കൂല. അല്ലടാ, അവന് വിഷമം ഉണ്ടാവും. കാരണം അവൻ അപേക്ഷ കൊടുത്തപ്പോ മുതൽ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. നമ്മളൊക്കെ പറഞ്ഞപ്പോ അപേക്ഷ പിൻവലിച്ചു. അവന്റെ ആഗ്രഹം നടക്കാത്തതിന്റെ വിഷമം. പക്ഷേ ഇപ്പോഴും നമ്മൾ ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നത് ഇനി അങ്ങോട്ട് ഭാവിയിൽ അത് വലിയൊരു സന്തോഷത്തിന് അളിയന് വക ഉണ്ടാവും. പോട്രാ, അമ്മാവനെ അത് പിൻവലിക്കാൻ പറഞ്ഞതിന് എന്റെ മുത്തനോട് വിഷമുണ്ടോ, ദേഷ്യണ്ടോ? ഇല്ലല്ലോ. അളിയാ നീ നോയിക്കോ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആ ചുന്തിരിക്കുട്ടിയില്ലേ, ജമന്തിപ്പൂ അവക്ക് കർത്താവ് പിള്ളേരെ വാരി കോരി കൊടുക്കും. ഈ മിറ്റം നിറയെ പിള്ളേരായിരിക്കും. സത്യം പിള്ളേര്. എൻ്റെ തക്കളി മോളും ഒരു ദിവസം പിള്ളേരായിട്ട് ഇവിടെ ഇങ്ങനെ പാറി പറന്ന് കളിച്ച് നീ സന്തോഷിക്കടാ. വേണോ? കഴിച്ചിട്ടിരിക്കലയാ നീ ഇതല്ലേ വെല്ലുണ്ട് ഇങ്ങനെയൊക്കെ. മാമ കുറച്ചുകൂടി വെച്ചോ? കുറച്ചുകൂടി വെച്ചാരാ? അണക്ക് വേണോ? അല്ല അണക്കെന്താ ദുഃഖം? അങ്ങനത്തെ സംസാരം പാടില്ല. എൻ്റെ അടിയൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമല്ലേ. സൂക്ഷിച്ച കല്ലുണ്ടോ അവിടെ? കല്ല് മോനെ, മാമ കുറച്ചുകൂടി വയ്ക്കട്ടെ? വിഷമല്ലോ നമ്മുടെ കുട്ടിക്ക്? വിഷമുണ്ടോ? വിഷമെല്ലാം പോയില്ലേ. നീ ചെയ്തത് നല്ല കാര്യമാണ്. അപേക്ഷ ഇപ്പൊ പിൻവലിച്ചത് എന്തുകൊണ്ടും നല്ലതാണ്. നല്ലതാന്ന് വെച്ച് കഴിഞ്ഞാൽ 100% അല്ലേ മാമ? പിന്നെ എന്താ പേടിക്കണ്ടല്ലോ. ഇനി മറ്റേ വെച്ച് കഴിഞ്ഞാല് പറഞ്ഞ മാതിരി ഭാവിയിൽ അത് കുഴപ്പമാവും. ഇനി വേണോ? എന്നാ പിന്നെ പോയി കിടന്നോ. ഇല്ലേ, കിടന്നോ. എന്തായാലും നീ അപേക്ഷ പിൻവലിച്ചല്ലോ. ഇനി ഞാൻ ഒരു സത്യം കൊണ്ട് പറയട്ടെ. എൻ്റെ തക്കക്കുടമേ അളിയാ, നിന്നോട് എനിക്ക് എന്തുമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് നീ മനസ്സിലാക്കില്ല. സ്നേഹമുണ്ടല്ലയാ. അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്തേ. എന്ത്? ഇന്ന മാമനെ ഒരാൾ വഴി വെച്ച് കണ്ടില്ലേ, കൊച്ചിനെ ദത്തെടുക്കാൻ വന്നൊരു സംഭവം പറഞ്ഞല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മള് രക്ഷപ്പെട്ടെ. ആളെന്ത് ആരാ? ആളാരാ? എന്റെ വേണ്ടപ്പെട്ട ആള്. ഇത് നമ്മുടെ നാടെന്നുള്ള മുരളിയെണ്ണേ. എന്തായി പറയുന്നത്? നാളെ മുരളിയെണ്ണത് ഞാൻ ഇറക്കിയല്ലേ. മുരളിയെണ്ണത് ഞാൻ പറഞ്ഞ് പൈസ കൊടുത്തിട്ട് ഞാൻ ഏർപ്പാടാക്കിയല്ലേ. അതുകൊണ്ട് എന്ത് എന്റെ അളിയെ രക്ഷപ്പെട്ടില്ലേ. ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്ന് അളിയെ രക്ഷപ്പെട്ടു. അത് എന്റെ ബുദ്ധി അപ്പൊ ഉദിച്ചുകൊണ്ടാണ്. സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞത്. എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് ഒളിച്ചു വെക്കൂല. ക്ലിറ്റോ ഒളിച്ചു വെക്കൂല. എന്താളിയാ, നീ എനിക്ക് ജീവനാടാ. അതല്ലേ അളെ വിഷമിക്കല്ലേ. അളെ ഇതും ചെയ്തതിന്റെ അപ്പുറം ചെയ്ത് എനിക്കറിയായിരുന്നു. അളെ സങ്കടപ്പെടല്ലേ. അളെ സങ്കടപ്പെടല്ലേ. എന്റെ സങ്കടം മാറിയില്ല. നീ അപേക്ഷ പിൻവലിച്ചില്ലോ? ഇല്ല, ഞാൻ അപേക്ഷ പിൻവലിച്ചില്ലല്ലോ. പിന്നെ യവനാ ഇന്നലെ കണ്ടു തുടങ്ങിയല്ലേ ഞാൻ. യവ ഇതും കാണിക്കുന്നതിനപ്പുറം തെണ്ടിത്തരം കാണിക്കുക ഈ പട്ടിന്ന് എനിക്കറിയായിരുന്നു.
ഞാൻ പെൺപിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആ ഏജൻസിക്കാരന്മാരെ ഓൺലൈൻ വഴി ഓൾറെഡി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എത്തേണ്ട അടുത്ത് വാടാ പുല്ലേ ആനക്കാരൻ്റെ അടുത്താ അവന്റെ കളി. വിറ്റമോനെ എന്നിട്ട് വന്നേടാ. അമ്മാവാ വല്ലാത്ത പരിപാടി ആയിപ്പോയി കാണിച്ചു.